ഹായ്, എല്ലാവർക്കും അനൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൽ ഹൽവ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഹൽവ ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. 2 കപ്പ് പാല് വേണം. 2 കപ്പ് എന്ന് വെച്ചാൽ 500 ml അല്ലെങ്കിൽ 1 കവർ പാല്. പിന്നെ വേണ്ടത് 1/2 കപ്പ് മൈദ. മൈദ തന്നെ വേണം കേട്ടോ. അതിന് പകരം നമുക്ക് ഗോതമ്പ് പൊടിയൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ഗോതമ്പ് പൊടി യൂസ് ചെയ്താൽ ആ ടേസ്റ്റ് വ്യത്യാസം വരും. അപ്പോൾ മൈദ തന്നെ വേണം. പിന്നെ വേണ്ടത് 1/4 കപ്പ് പഞ്ചസാര. മധുരത്തിനായിട്ട് നമ്മളൊരു 1/2 ടിൻ കണ്ടൻസ് മിൽക്കും കൂടി ചേർക്കുന്നുണ്ട്. ഇത് 200 ഗ്രാമിൻ്റെ ഒരു ടിന്നാണ്. ഇതിൻ്റെ പകുതിയാണ് നമ്മൾ ചേർക്കുന്നത്. പിന്നെ കുറച്ച് കാഷ്നട്ട് എടുത്തിട്ടുണ്ട്. കറക്റ്റ് അളവൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുതൽ 1/4 ടീസ്പൂൺ വരെ ഏലക്കാപ്പൊടി, ആവശ്യത്തിനുള്ള നെയ്യ് ഏകദേശം ഒരു 1/4 കപ്പോളം വേണ്ടി വരും. കൂടുതൽ ചേർത്താലും നല്ലതാണ്, പക്ഷെ ഞാനൊരല്പം കുറച്ചാണ് ചേർത്തിരിക്കുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാം. ടേസ്റ്റ് എത്രത്തോളം ഇഷ്ടമുണ്ടെന്ന് വെച്ചാൽ അതുപോലെ നെയ്യ് ചേർക്കാം. ഞാൻ 1/4 കപ്പേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഇത്രയാണ് വേണ്ട സാധനങ്ങൾ. ഇനി നമുക്ക് ഹൽവ ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ നമ്മൾ എടുത്തു വെച്ച 2 കപ്പ് പാലിലോട്ട് 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചെറിയ കട്ടകളൊക്കെ കിടന്നാലും കുഴപ്പമില്ല, നമ്മൾ പിന്നെ ഇത് അരിച്ചെടുക്കും. അപ്പോൾ ജസ്റ്റ് നന്നായിട്ടൊന്ന് പറ്റുന്നിടത്തോളം മിക്സ് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ പാലും മൈദയും കൂടി നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഒരു പാനിലേക്ക്, ഹൽവ ഉണ്ടാക്കുന്ന പാനിലേക്ക് തന്നെ ഈ പാല് ഒരു അരിപ്പയിലൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് കട്ടകളൊക്കെ ഉണ്ടാവും. അതൊന്നിങ്ങനെ അരിച്ച് എടുത്താൽ മതി. ഈ പാലും മൈദയും കൂടി മിക്സ് ചെയ്തത് ഞാനിപ്പോൾ സ്റ്റൗവിൽ വെച്ചു. ഇനി ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട്, അതായത് തീ കുറച്ച് വെച്ച് ഇതൊരു 15 മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. കുറച്ച് സമയം കഴിയുമ്പോൾ ഇത് കുറുകാൻ തുടങ്ങും, നമ്മൾ മൈദ ചേർത്തിരിക്കുന്ന കാരണം. പക്ഷേ ഒരിക്കലും നിങ്ങൾ തീ കൂട്ടി വെച്ച് പെട്ടെന്ന് തന്നെ കുറുക്കി എടുക്കരുത് കേട്ടോ. കാരണം മൈദയുടെ പച്ച ചുവ നന്നായിട്ട് മാറണം. അപ്പോൾ ഒരു 15 മിനിറ്റ് ചെറിയ തീയിലിട്ട് തന്നെ അത് ചെയ്യണം. അല്ലെങ്കിൽ ഹൽവയ്ക്ക് ആ ഒരു പച്ച മാവിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ 15 മിനിറ്റ് ചെറിയ തീയിൽ ഇതിങ്ങനെ ഇളക്കി കൊടുക്കാം. കുറച്ച് സമയം കഴിയുമ്പോൾ ഇതൊന്ന് കുറുകും, അത് കുഴപ്പമില്ല. അങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരുന്നാൽ മതി. ഒരു 6-7 മിനിറ്റൊക്കെ ആകുമ്പോൾ ഇതുപോലെ പതുക്കെ ഇത് കുറുകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് വീണ്ടും ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. അപ്പോൾ ഞാനിത് ഇളക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു പരുവത്തിലാവണം. ചിലപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ കൂടുതൽ എടുത്തെന്നിരിക്കും കേട്ടോ. 20 മിനിറ്റൊക്കെ എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഈ സമയത്ത് ഇതിനകത്തേക്ക് കണ്ടൻസ് മിൽക്കും പഞ്ചസാരയും ഒഴിക്കാം. 1/2 ടിൻ കണ്ടൻസ് മിൽക്ക്, 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കുറച്ചൊന്ന് മിക്സ് ചെയ്യുമ്പം അത് അലിഞ്ഞിട്ട് ഇത് കുറച്ചും കൂടെ ഒന്ന് ലൂസാവും. ഇപ്പം കണ്ടോ, പഞ്ചസാര അലിഞ്ഞിട്ട് ഇത് കുറച്ചൊന്ന് ലൂസായിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ആവും. ഇത് കഴിഞ്ഞ് വീണ്ടും ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് 5 മിനിറ്റ് ഇതിങ്ങനെ കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. ആ പഞ്ചസാരയൊക്കെ വീണ്ടും കട്ടിയായി അത് നല്ലതായിട്ട് കുറച്ചും കൂടി കുറുകി വരും. അപ്പോൾ 5 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ വീണ്ടും ഇത് കുറുകി വരും. ഇനി ഇതിനകത്തേക്ക് നമുക്ക് നെയ്യ് ചേർക്കാം. എല്ലാം ഒരുമിച്ച് തന്നെ ചേർക്കണ്ട കേട്ടോ. കുറച്ചായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. 1-2 ടേബിൾ സ്പൂൺ ഒരു സമയത്ത് ഒഴിച്ചാൽ മതി. അപ്പോൾ ഞാനൊരു 1/4 കപ്പേ എടുത്തിട്ടുള്ളൂ. ശരിക്കും ഹൽവയിലൊക്കെ കുറച്ച് അധികം നെയ്യ് ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഒരു 1/2 കപ്പൊക്കെ ഒഴിച്ചാലും നല്ലതാണ്. പക്ഷെ ഞാൻ നെയ്യുടെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് 1/4 കപ്പേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഒരു സമയത്ത് ഒരു 1-2 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യും. അതൊന്ന് പിടിച്ച് കഴിയുമ്പോൾ ബാക്കിയുള്ളത് ഒഴിക്കും. ഞാൻ ആദ്യം ഒഴിച്ച നെയ്യ് ഇതിനകത്തേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം. നിങ്ങളൊരു 1 ടേബിൾ സ്പൂൺ നെയ്യ് മാറ്റി വെക്കണം, ഏറ്റവും ലാസ്റ്റ് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. കൂടുതൽ നെയ്യ് ഞാൻ ഇതിനകത്തേക്ക് ഇനി ഒഴിക്കുന്നില്ല. ഇതിൻ്റെ നിറം മാറി വരണം. ഇപ്പോൾ ഒരു ചെറിയൊരു ക്രീം കളറിലല്ലേ ഇരിക്കുന്നത്, അത് മാറി ഒരു ലൈറ്റ് യെല്ലോ കളർ, മഞ്ഞ കളറിൽ ആയി വരണം. അതുവരെ ഇതിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. അപ്പോഴേക്കും ഇത് നല്ല ഡ്രൈ ആവും. ആ നെയ്യൊക്കെ നന്നായിട്ട് അതിനകത്തോട്ടങ്ങ് പിടിച്ചിട്ടും ഉണ്ടാവും. ഇപ്പോൾ ഇത് കണ്ടോ, ഇതുപോലെ നല്ലൊരു ലൈറ്റായിട്ടൊരു യെല്ലോ കളർ വന്നിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് മൊരിയുന്ന പോലെ ഒരു ചെറിയ ബ്രൗൺ കളറൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ആവുമ്പോഴാണ് ഹൽവയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു പരുവത്തിലാവുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഇതുപോലൊരു ബോളായിട്ട് വരണം. ഫുള്ള് നല്ല ഡ്രൈ ആയിട്ടുണ്ട്, നെയ്യൊക്കെ പിടിച്ചിട്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ കുറച്ച് നെയ്യ് മാറ്റി വെച്ചല്ലോ, അത് ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ തന്നെ ആവണമെന്നൊന്നുമില്ല കേട്ടോ. 1-2-3 ടേബിൾ സ്പൂൺ ചേർക്കാം. അത് എത്രത്തോളം നെയ്യ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ അത്രയും ചേർക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം.
നമ്മൾ ഈ ലാസ്റ്റ് ചേർക്കുന്ന നെയ്യ് ഹൽവയിലോട്ട് പിടിക്കാനായിട്ട് വെയിറ്റ് ചെയ്യൊന്നും വേണ്ട. ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കശുവണ്ടിയും ആവശ്യത്തിനുള്ള ഏലക്കാപ്പൊടിയും ചേർത്ത് ഒന്നും കൂടി നന്നായി മിക്സ് ചെയ്ത് സ്റ്റവ് ഓഫ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഏലക്കയും കശുവണ്ടിയും ചേർത്തു. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഹൽവ സെറ്റ് ചെയ്യുന്ന പാനിലേക്ക് കുറച്ച് നെയ്യ് ഒന്ന് തേച്ച് കൊടുക്കുക. താഴെ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ടാണ്. കുറച്ച് മതി. എന്നിട്ട് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ച ഹൽവ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ വെച്ച് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് ലെവൽ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് കുറച്ച് സമയം നമുക്ക് മാറ്റി വെക്കാം. ഏകദേശം ഒരു മണിക്കൂറൊക്കെ ഇരിക്കുമ്പം അതിൻ്റെ ചൂടൊക്കെ മാറി അത് നന്നായിട്ടൊന്ന് സെറ്റായി കിട്ടും. അപ്പോൾ അത് മുറിച്ച് സെർവ് ചെയ്യാം. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, പുറത്ത് തന്നെ വെച്ചാൽ മതി. ഹൽവ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഞാനിത് ഉണ്ടാക്കി വെച്ചിട്ട് ഒരു 3/4 മണിക്കൂറേ ആയുള്ളൂ. ചെറിയ ചൂടുണ്ട് ഇപ്പോഴും. കുറച്ച് സമയം കൂടിയൊക്കെ ഇരുന്നാൽ അതാണ് കൂടുതൽ നല്ലത് കേട്ടോ. നന്നായിട്ട് ആ ചൂട് മാറിയിട്ട് കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ ഇത് തണുത്ത് കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ച് കഴിക്കാൻ, അടുത്ത ദിവസമൊക്കെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ആ തണുപ്പോട് കൂടി കഴിക്കാനും നല്ലതാണ്. അപ്പോൾ നമുക്കിതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. പക്ഷെ എന്നാൽ ആവശ്യത്തിന് കട്ടിയുണ്ട്, ഒത്തിരി സോഫ്റ്റ് അല്ല. അപ്പോൾ ഇത് നല്ല അടിപൊളി പാൽ ഹൽവ റെഡി. ഇത് ഞാൻ പറഞ്ഞ പോലെ കുറച്ച് സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു ഹൽവയാണ്. കഴിക്കുമ്പോൾ ഒത്തിരി അങ്ങനെ കട്ടിയായിട്ടിരിക്കുന്ന ടൈപ്പല്ല. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. മധുരം കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഒത്തിരി ഇഷ്ടമാവും. അപ്പോൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കണം. ഇഷ്ടമാണെങ്കിൽ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ റെസിപ്പി ഷെയർ ചെയ്യാൻ മറക്കരുത്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിൽ ഒരു ബെല്ലൈക്കൺ വരും, അതും കൂടി ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അടുത്തൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. ബൈ.